ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ രണ്ട് റെസിപ്പി എന്ന് പറയുന്നത് പേർളി മണിയുടെ പ്രോൺസ് ബിരിയാണി റെസിപ്പിയും അതേപോലെ തന്നെ ഉപ്പുമാവ്, നല്ല പൊടിയായിട്ട് ഇതുപോലെ കിട്ടുന്ന ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പി ഒന്ന് നോക്കാം. ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല എന്ന് പേളിമണി തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബിരിയാണി എന്ന് ഞാൻ പറയുന്നില്ല, പ്രോൺസ് റൈസിനോ ബിരിയാണിന്നോ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ എന്തായാലും സംഭവം അടിപൊളി, നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇത് ഉണ്ടാക്കിയതിന് ശേഷം പിറ്റേ ദിവസം കഴിച്ചപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എടുത്തറിഞ്ഞ കേട്ടോ. അപ്പോൾ അതിന് ആദ്യം തന്നെ നമുക്ക് ഈ മാരിനേറ്റ് വെച്ചേക്കുന്ന പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. ഇപ്പം ഞാൻ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി ഇത്ര ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പ്രോൺസ് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളൂ. അപ്പോൾ അതുകൊണ്ട് അധികം സമയം എടുക്കില്ല. ഇതുപോലെ അത്യാവശ്യം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് അതേ ബിരിയാണി പോട്ടിൽ ഈ ഒരു പോട്ടിൽ തന്നെയാണ് ഞാൻ ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ റെഡ് കളർ അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ബാക്കി വന്ന എണ്ണയിലേക്ക് കുറച്ചും കൂടി, എണ്ണ അധികം ബാക്കിയില്ല, ഉള്ള എണ്ണയിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. 3 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ, മീഡിയം സൈസിലുള്ള 3 ഉള്ളി. പിന്നെ ഞാൻ എടുത്തേക്കുന്ന റൈസിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 1.5 ഗ്ലാസ് ആണ്. അപ്പോൾ അതിനുള്ള അളവാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഉള്ളി ചേർത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ, ഒന്ന് ട്രാൻസ്പെറൻ്റ് ഒക്കെ ആയിട്ട് നല്ലോണം വാടി വരട്ടെ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി ഇത്രയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും എല്ലാം സെപ്പറേറ്റ് ആണ് അവർ ചതച്ചിട്ട് കാണിക്കുന്നത്. പക്ഷെ ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൾസ് ബട്ടൺ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്തത് എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. അത് ഞാൻ കൃത്യമായിട്ട് എണ്ണം പറയുന്നില്ല, എന്നാലും ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു വലിയ വെളുത്തുള്ളി, അതായത് ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ടും പിന്നെ ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയുള്ളി വന്നിട്ട് ഒരു 7-8 എടുത്തിട്ടുണ്ടാവും. ഇത്രയാണ് ഞാനിപ്പോൾ ചതച്ചിട്ട് എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഈ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. നിങ്ങളിപ്പം കുറച്ചും കൂടി അധികമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് അളവ് മാറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ചേർത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഉള്ളിയുടെ ഒക്കെ പേസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പച്ചമണം മാറുന്നവരെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണേ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയും പുതിനയിലയാണ്. ഞാനിപ്പോൾ കുറച്ച് ചേർക്കുന്നുള്ളൂ, കാരണം ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒറ്റയടിക്ക് ചേർക്കേണ്ട. നമ്മളിപ്പം ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നതിനകത്തുനിന്ന് പകുതി എടുക്കുക, പകുതി മല്ലിയില, പകുതി പുതിനയില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതൊന്ന് വാടി വരുന്നവരെ ചൂടാക്കി എടുക്കണേ. അധികം സമയം വേണ്ട, ഒരു 10-20 സെക്കൻഡ് മതിയാവും, പെട്ടെന്ന് തന്നെ അതൊന്ന് വാടി വന്നോളും. പിന്നീട് തക്കാളി ചേർത്ത് കൊടുക്കണം. നല്ല വലിയ തക്കാളി നോക്കിയിട്ട് 2 ചേർത്ത് കൊടുത്തേക്കുന്നത്. നല്ല പഴുത്ത തക്കാളിയാണ്. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കുക. ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ റൈസ് ചേർത്തിട്ട് വീണ്ടും വേവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരമായിട്ട് ഉടയ്ക്കുന്നൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ മതി, ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തേക്കുന്നത് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയാണ് ചേർത്ത് കൊടുത്തത്. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കണേ. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയെന്ന് തോന്നുന്ന സമയത്ത് റൈസ് ചേർത്ത് കൊടുക്കാം. നേരത്തെ തന്നെ ജീരകശാല റൈസ് കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർത്തിട്ടൊന്നുമില്ല കേട്ടോ, കുതിർക്കാൻ വെച്ചിട്ടില്ല, ജസ്റ്റ് കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകശാല റൈസോ അല്ലാന്നുണ്ടെങ്കിൽ കൈമ റൈസ് ആയാലും നന്നായിട്ടുണ്ടാവും. നമ്മൾ ഈ ബിരിയാണി വെക്കുന്ന റൈസ് നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ജീരകശാല റൈസാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന പ്രോൺസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് പ്രോൺസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് കുറച്ച് പ്രോൺസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു പകുതിയോളം പ്രോൺസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനിയെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ റൈസ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ വെള്ളം ഒഴിക്കാൻ പാടില്ല, ഈ ഒരു ചൂടത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. മിനിമം ഒരു 5-6 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ റൈസൊക്കെ അത്യാവശ്യം ഒന്ന് നമുക്ക് മനസ്സിലാവും, ഫ്രൈ ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതുവരെ ഒന്ന് ചൂടാക്കി എടുക്കണേ. പിന്നീട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം കണ്ടില്ല റൈസിൻ്റെ ടെക്സ്ചർ എല്ലാം കൂടി മിക്സ് ആയി വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടില്ലേ കാണാൻ. ഇനി ഇതിലേക്ക് ചേർക്കുന്ന വെള്ളം ചൂടുവെള്ളമാണ്, പച്ചവെള്ളമല്ല. പിന്നെ ഞാനിവിടെ ചേർത്തേക്കുന്നത് 1.5
ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് സാധാരണ ഉണ്ടാക്കുമ്പോൾ. പക്ഷെ ഞാനിവിടെ ചേർത്തേക്കുന്നത് 2.5 ഗ്ലാസ് ആണ്. അതായത് 1.5 ഗ്ലാസ് വെള്ളത്തിന് 1.5 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. എക്സാക്റ്റ് എമൗണ്ടിനെക്കാട്ടിലും കുറച്ചിട്ടാണ് ചേർത്തേക്കുന്നത്. എന്നിട്ടെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോഴേക്കും വെള്ളമൊക്കെ ഇതുപോലെ വലിഞ്ഞു തുടങ്ങും. നമ്മുടെ റൈസ് ഇങ്ങനെ വെള്ളം വലിച്ചെടുക്കാൻ തുടങ്ങും. ആ സമയത്ത് വീണ്ടും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിത് ദമ്മിടുന്ന പോലെ ആക്കി വെക്കാൻ പോവാണ്. അതായത് നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ അതുപോലെ ഒന്ന് ആക്കാൻ പോവാണ്. ഇപ്പോൾ റൈസ് എല്ലാം ഇളക്കിയതിന് ശേഷം ഒന്ന് സെറ്റ് ആക്കി വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്തേക്കുന്ന ബാക്കി പ്രോൺസ് ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് മല്ലിയില, പുതിനയില, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുറച്ചും ബാക്കി വെക്കണം, അത് നമ്മൾ ചേർക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ്, അല്ലാതെ എക്സ്ട്രാ എടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇലയുടെ മണം ഇങ്ങനെ എടുത്തറിയും. അപ്പോൾ അതുകൊണ്ട് ബാക്കി വരുന്ന മല്ലിയില, പുതിനയില ചേർത്ത് കൊടുത്തു. പിന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാഷ്യൂനട്ടും മുന്തിരിയും ചേർക്കുന്നുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു മുകളിലായിട്ട്. പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് സാധാരണ നമ്മൾ ബിരിയാണിക്ക് ചെയ്യുന്നതാണല്ലോ ഇതെല്ലാം. അപ്പോൾ അത്രയും കൂടി ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് 10 മിനിറ്റും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുക. അത് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം അങ്ങനെ അങ്ങ് വിടുക, അനക്കാതിരിക്കുക, അങ്ങനെ തന്നെ വിടുക. പിന്നീട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, കാണുമ്പോൾ നമുക്ക് നല്ല പ്ലീസിങ് ആയിട്ട് തോന്നും. അതിനേക്കാട്ടിലും നല്ല രസമാണ് ഇത് ഇളക്കുന്ന സമയത്ത്. ഒട്ടിപ്പിടിക്കാത്ത റൈസ് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ. ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോറ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അങ്ങനെ വിടുക. ആ ആവിയിൽ കിടന്ന് ഒന്നും കൂടി ചൂടായിക്കോട്ടെ. ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഞാനിതിൽ പ്രോൺസ് കഴിക്കാറില്ല, പക്ഷേ റൈസ് കഴിക്കാറുണ്ട്. റൈസ് അന്ന് കഴിക്കുന്നതിനെക്കാട്ടിലും പിറ്റേ ദിവസം അതൊന്നും കൂടി സ്റ്റീം ചെയ്തെടുത്ത് കഴിച്ചപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയത് കേട്ടോ. ഇത് ഓഫീസിലേക്ക് കൊടുത്തു വിട്ടുന്നത് പിറ്റേ ദിവസമാണ്. അപ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ ഞാൻ പറയും. ഇനി അടുത്തായിട്ട് കാണിക്കുന്നത് ചെറുപ്പത്തിൽ നമ്മൾ ഒട്ടും ഇഷ്ടപ്പെടാത്തതും എന്നാൽ വലുതാവുമ്പം ഉണ്ടാക്കാൻ എളുപ്പം കൊണ്ടാണോ അതോ ഇനി ടേസ്റ്റ് കൊണ്ടാണോ എന്താ അറിയില്ല, പലരുടെയും ഫേവറേറ്റ് ആയിട്ട് മാറുന്ന ഒരു ഐറ്റമാണ് ഉപ്മാവ്. എനിക്ക് അങ്ങനെ ആയിരുന്നു. എനിക്ക് ചെറുപ്പത്തിൽ തീരെ ഇഷ്ടമല്ല. പക്ഷേ ഇപ്പം എൻ്റെ ഫേവറേറ്റ് ഐറ്റം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പം ഉപ്മാവിൻ്റെ പേരും പറയും. അത്രയ്ക്കും ഇഷ്ടമാണ്. ഇനി ഇഷ്ടമില്ലാത്തവർ പോലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും, നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, ഇഞ്ചി, കരിവേപ്പില, പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഐറ്റം വേണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇതെല്ലാം ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇഞ്ചി കുറച്ച് ചേർത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. എനിക്കറിയാം പലർക്കും ഇഞ്ചി ഇഷ്ടമുണ്ടാവില്ല എന്ന്, എനിക്കും ഇഷ്ടമല്ല എന്ന് പേഴ്സണലി. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഞ്ചി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു ഉള്ളിയാണ് എടുത്തേക്കുന്നത്, പൊടിപ്പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളി ചേർത്തതിന് ശേഷം അത്യാവശ്യം ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഡയറക്റ്റായിട്ട് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ബൻസി റവയാണ്. അതായത് ബൻസി റവയാണെങ്കിലും വലിയ റവയല്ല, ചെറിയ റവയാണ്. അപ്പോൾ ഇതില്ലെങ്കിൽ സൂചി റവ ആയാലും കുഴപ്പമില്ല. എന്നാൽ വലിയ റവ ഉണ്ടല്ലോ, അതായത് നമുക്ക് ബൻസിയിൽ തന്നെ വലിയൊരു ടൈപ്പ് റവ വരും, അതത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ചെറിയ റവയാണ് എപ്പോഴും നന്നായിട്ടുണ്ടാവുക. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കുക റവ. നമ്മൾ സാധാരണ റവ എങ്ങനെ വറുക്കുമോ അതുപോലെ ഒന്ന് വറുത്തെടുക്കുക. പിന്നീട് ഇതിലേക്ക് ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന 1 കപ്പ് റവയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് കുറച്ചിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ വെള്ളം കൂടി ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. യെസ്, പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ ഈ ഒരു ഉപ്മാവിൻ്റെ ടോട്ടൽ ടേസ്റ്റേ മാറ്റിത്തരും. അപ്പോൾ അതുകൊണ്ട് 1 ടീസ്പൂൺ മാത്രം ചേർക്കുക, ഒരുപാടല്ല. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് തേങ്ങ ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. അധികം സമയം എടുക്കില്ല, കുറച്ച് നേരം ഒന്ന് വേവിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ പൊടിയായിട്ട് ഇട്ടിട്ടുണ്ടാവും കേട്ടോ. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ടാവും. ലാസ്റ്റിൽ നമുക്ക് ബാക്കി വെച്ചേക്കുന്ന കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കണം. അതെ, മല്ലിയില ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ രുചി വേറെ തന്നെയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നിങ്ങളിതൊന്ന് കഴിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുന്നില്ല, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ഈ 2 റെസിപ്പീസ് ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണെന്ന് ഞാൻ പറയും. അപ്പോൾ ഇന്നത്തെ ഈ 2 റെസിപ്പീസും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ടാറ്റാ, ബൈ.